തമിഴ്നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ അട്ടിമറികൾ നടക്കുന്നതായിട്ടുള്ള പല തരം ന്യൂസുകളാണ് പുറത്തു വരുന്നത്. അതായത് തമിഴ്നാട്ടിൽ ഇനി വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വമ്പൻ അട്ടിമറികൾ സംഭവിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സഖ്യങ്ങളെല്ലാം പിളർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴേ മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഭരണപക്ഷമായിട്ടുള്ള DMKയും അതുപോലെ തന്നെ അവരുടെ സഖ്യമായിട്ടുള്ള കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ ഇടതുപക്ഷമായാലും ആ ഒരു ഇന്ത്യ സഖ്യത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള വിള്ളലുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ വന്ന വിജയുടെ പാർട്ടി, ആ ഒരു പാർട്ടി തീർച്ചയായിട്ടും DMKക്ക് തലവേദനയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ DMKയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യമായിട്ടുള്ള ഈ പറയുന്ന കോൺഗ്രസ്, ഇടതുപക്ഷം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടിനായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് DMKക്ക് എതിരെ അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ തരം പൊട്ടിത്തെറികൾ അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് DMK ഇപ്പോൾ BJP അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു എതിർപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ഉള്ളത്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇടതുപക്ഷമായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയാലും DMK ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വിജയുടെ ഒരു പുതിയ നീക്കമെന്ന് പറയുന്നത്. അതായത് വിജയുടെ പുതിയ പാർട്ടിയായിട്ടുള്ള തമിഴ് വെട്രി കഴകത്തിന്റെ ആദ്യ പൊതുയോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും കേരള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM നേതാവുമായ പിണറായി വിജയനെയും ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. രണ്ട് നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വിജയ് തീരുമാനിച്ചതായി TVK വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരെയും കൂടാതെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള N ചന്ദ്രബാബു നായിഡുവിനെയും തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള A രേവന്ത് റെഡ്ഡി അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനും ക്ഷണങ്ങൾ ലഭിച്ചേക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. പ്രമുഖ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു സുപ്രധാന രാഷ്ട്രീയ സ്ഥാപനമായി സ്വയം ഉയർത്തിക്കാട്ടാനാണ് TVK ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഇതിൽ രാഹുൽ ഗാന്ധി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. എന്തായാലും നിലവിൽ BJP കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ DMKയുടെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോഴത്തേക്കും BJPയോട് വളരെ വലിയ തോതിൽ തന്നെ അവർ അടുക്കുന്നതായിട്ടുള്ള എല്ലാ സൂചനയും തെളിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് വളരെ വലിയ സ്വീകരണം തന്നെയാണ് DMK തമിഴ്നാട്ടിൽ ഒരുക്കുന്നത് തന്നെ. അതൊക്കെ തന്നെ ഈ പറയുന്ന അവരുടെ സഖ്യകക്ഷികൾക്ക് വളരെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളായി മാറുന്നുമുണ്ട്. അത് തന്നെയാണ് DMKക്കെതിരെ തിരിയുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് തന്നെ. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിജയുടെ ഈ നീക്കം തന്നെ ഇനി 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ഈ പറയുന്ന ഇപ്പോൾ DMKയെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവരായാൽ തന്നെയും DMKയിൽ നിന്നും വിട്ടിട്ട് മൂന്നാം മുന്നണി ഉണ്ടാക്കുന്ന വിജയുടെ പക്ഷത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഈ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും DMKയും BJPയും തമ്മിൽ അടുക്കുന്ന തരത്തിൽ, പൂർണ്ണതോതിൽ അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് DMKയും അതുപോലെ തന്നെ ഈ പറയുന്ന സഖ്യകക്ഷികളും തമ്മിലുള്ള ഈ ഒരു പോര്, അത് ഇനിയും കനത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ മൂന്നാം മുന്നണിയായിട്ട് വന്ന വിജയുടെ പാർട്ടിക്ക് ഈ പറയുന്ന സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കുന്ന തരത്തിലേക്ക് വിജയ് എത്തിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വിജയുടെ ഈ ഒരു നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യം മുതലാക്കാനായിട്ട് തീർച്ചയായിട്ടും വിജയ് ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താവും അവിടത്തെ കാര്യങ്ങൾ? ഈ പറയുന്ന സഖ്യകക്ഷികൾ തമ്മിൽ DMKയുമായിട്ട് വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമോ? ആ പ്രശ്നത്തിൽ വിജയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനായിട്ട് അവിടെ സാധിക്കുമോ? BJPയുമൊത്ത് കൂട്ടുകൂടാനായിട്ട് DMK തയ്യാറാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്.